നമസ്കാരം. ഞാനെന്നുള്ളത് ആലത്തൂർ PWD ഗസ്റ്റ് ഹൗസിലാണ്. എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ കുക്ക് ആൻഡ് വാച്ചറായ ശ്യാമളകുമാരി ചേച്ചിയാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇപ്പോഴും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിനെ കുറിച്ചൊക്കെ ഉണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ ആലത്തൂരിലെ PWD റെസ്റ്റ് ഹൗസിലാണ്. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് ടൂറിസം മേഖലയിൽ വരുത്തിയിട്ടുള്ളത്. അതിലെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് ഇതുപോലെ ഈ PWD റെസ്റ്റ് ഹൗസൊക്കെ സാധാരണക്കാർക്കും ഉപയോഗിക്കാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമസ്കാരം. ഞാനെന്നുള്ളത് ആലത്തൂർ PWD ഗസ്റ്റ് ഹൗസിലാണ്. എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ കുക്ക് ആൻഡ് വാച്ചറായ ശ്യാമളകുമാരി ചേച്ചിയാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇപ്പോഴും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിനെ കുറിച്ചൊക്കെ ഉണ്ട്. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഇപ്പോഴും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് മാത്രമുള്ളതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ, ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ആളുകൾക്ക് വരാൻ പറ്റും, ഇവിടെ ഓരോ റൂമിൻ്റെ താരിഫ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേച്ചിക്ക് നമ്മളോട് പറയാനുണ്ട്. ചേച്ചി നമ്മൾ പറയുന്നതായിരിക്കും. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന സ്ഥലത്തുള്ള PWD റെസ്റ്റ് ഹൗസാണ്. അതിൽ 6 റൂംസാണ് ഉള്ളത്. ഒരു VIP, ഒരു PWD, പിന്നെ 4 റൂംസ് നമ്മുടെ പബ്ലിക്കിന് അവൈലബിൾ ആണ്. അത് ഓൺലൈനിലായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സൈറ്റിൽ പോയാൽ മതി. സൈറ്റ് ഞാൻ ഒന്ന് പറയാം. www.resthouse.pwd.kerala.government.in ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം നമ്മുടെ കേരളത്തിലെ എല്ലാ റെസ്റ്റ് ഹൗസുകളും ഇതുപോലെ ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആലത്തൂരിലാണെങ്കിൽ 6 റൂംസാണുള്ളത്. അതിൽ ഒരെണ്ണം VIP, ഒന്ന് PWD. അത് പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കി 4 റൂംസാണുള്ളത്. ഒരു നോൺ AC-യും ഒരു AC-യും 3 നോൺ AC-യും. അത് എവിടെ ഇരുന്ന് വേണം എല്ലാവർക്കും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അത് പബ്ലിക്കിനാണെങ്കിൽ 400 രൂപ നോൺ AC-ക്ക്, AC ആണെങ്കിൽ 750 രൂപ. അതേസമയം ഗവൺമെൻറ് സ്റ്റാഫാണെങ്കിൽ അവർക്ക് കൺസ്ട്രക്ഷനുണ്ട്. AC-ക്ക് 750, 375, നോൺ AC ആണെങ്കിൽ 200 രൂപ വരും. 3 ദിവസം വരെയാണ് ഒരു ബുക്കിംഗ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. 3 ദിവസത്തിൽ കൂടുതൽ ബുക്കിംഗ് ആവില്ല. പിന്നെ വേണമെങ്കിൽ വീണ്ടും 3 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റൂംസും ഇവിടെ കുഴപ്പമില്ല, നല്ല റൂംസാണ്. ഒരു റൂമിൽ മാക്സിമം 3 പേർക്കാണ് അലൗഡ്. അതായത് 2 പേർക്കാണ് ഡബിൾ റൂമാണ്. 2 ബെഡ് ആണ് ഉള്ളത്. ഒരാൾ എക്സ്ട്രാ വരുവാണെങ്കിൽ എക്സ്ട്രാ ബെഡ് തരും. അതിന് 150 രൂപ പേ ചെയ്യും. അങ്ങനെ 400ഉം 150, അങ്ങനെ 550 രൂപ വരും. അങ്ങനെ ഇല്ല.